ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, നമ്മളപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറയേണ്ടത്. അപ്പോൾ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് എ പെയർ ഓഫ് ഓവറീസ്, ഓവിഡക്ട്, യൂട്രസ്, സെർവിക്സ്, വജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷൻ. ഓക്കെ, ഇപ്പൊ ഇത്രയും പാർട്സ് ആണ് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. പെയർ ഓഫ് ഓവറീസ് കണ്ടോ, ഇതാണ് പെയർ ഓഫ് ഓവറീസ്. ദെൻ ഓവിഡക്ട്, ഓവിഡക്റ്റും പെയർഡ് സ്ട്രക്ചർ ആണ്. ദിസ് ഈസ് പെയർഡ് സ്ട്രക്ചർ ആണ്. ആൻഡ് ദ യൂട്രസ് പോർഷൻ, then cervical canal, vagina portion and the external genitalia portion. ഓക്കെ, അപ്പൊ പെയർ ഓഫ് ഓവറീസ്, ഓവറീസ് എന്ന് പറഞ്ഞാൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോർഷൻ ആണ്. ഫലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്ട്, അതെന്താണ് ഫലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്ട്? അത് ഓവം മൂവ് ചെയ്ത് യൂട്രസിലേക്ക് എത്തുന്നത് ഈ ഫലോപ്പിയൻ ട്യൂബ് വഴിയാണ്. ദെൻ യൂട്രസ്, യൂട്രസ് എന്ന് പറയുന്നത് സൈഗോട്ടിനെ ക്യാരി ചെയ്യുന്ന പോർഷനാണ് യൂട്രസ്. ദെൻ സെർവിക്കൽ കനാൽ ആൻഡ് വജൈന, ബർത്ത് ഓഫ് ദ ബേബി നടക്കുന്നത് ഈ സെർവിക്കൽ കനാൽ അല്ലെങ്കിൽ വജൈന പോർഷനിലൂടെയാണ്. ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഔട്ട്സൈഡ് പോർഷൻ, നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പോർഷനാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ഓൾ പോർഷൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ. ദീസ് ഓൾ പോർഷൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പോർഷൻസ്? എ പെയർ ഓഫ് ഓവറീസ്, പെയർഡ് സ്ട്രക്ചർ ഓവിഡക്ട് ആൻഡ് യൂട്രസ്, സെർവിക്കൽ കനാൽ ആൻഡ് വജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷൻ. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പോകാം. ദീസ് ഓൾ പാർട്സ് അലോങ് വിത്ത് മാമറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഈ പാർട്സ് മാത്രമല്ല, മാമറി ഗ്ലാൻഡ്സും കൂടി ചേരുമ്പോഴാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എല്ലാ പാർട്സും, അതായത് ഓവറീസ്, ഓവിഡക്ട്, യൂട്രസ്, സെർവിക്സ്, വജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷൻ, ദെൻ മാമറി ഗ്ലാൻഡ്സ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ, പ്രഗ്നൻസി, ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ. ഒരു ഓവുലേഷൻ നടക്കാനും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാനും പ്രഗ്നൻസിക്കും അതുപോലെ തന്നെ ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ, ഇതിനെല്ലാത്തിനും നമുക്ക് ഇത്രയും പാർട്സിന്റെ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും പാർട്സ് ചേർന്നതാണ് ഓവറീസും ഓവിഡക്റ്റും യൂട്രസും സെർവിക്സും വജൈനയും എക്സ്റ്റേണൽ ജെനിറ്റാലിയയും മാമറി ഗ്ലാൻഡ്സും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഇത്രയും ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് നടക്കുന്നത്. ഓവുലേഷനും ഫെർട്ടിലൈസേഷനും ദെൻ പ്രഗ്നൻസിയും ബർത്തും അതുപോലെ തന്നെ ചൈൽഡ് കെയറും എല്ലാം ഈ പാർട്സിൻ്റെ എല്ലാത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത്രയും പ്രോസസ്സ് നമുക്ക് ഫീമെയിൽസിൽ നടക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ ഓരോ പാർട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓവറീസ്. ഓവറീസ് ആർ പെയർഡ് സ്ട്രക്ചേഴ്സ് ആണ്, പെയർഡ്. ആൻഡ് ഓവറീസ് ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ. നമ്മുടെ ഫീമെയിൽസിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഓവറീസ് ആണ്. ഓവറീസിന്റെ ഫംഗ്ഷൻ എന്താണ്? ദേ പ്രൊഡ്യൂസ് ഓവംസ്, അല്ലേ? ഓവം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓവറിയുടെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ആൻഡ് ദേ പ്രൊഡ്യൂസ് ഒവേറിയൻ ഹോർമോൺസ് ഓർ സ്റ്റിറോയിഡ് ഹോർമോൺസ്, അതായത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓവറീസ് ആണ്. അപ്പോൾ ഓവറിയുടെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ദേ പ്രൊഡ്യൂസ് ഓവം ആൻഡ് സെവറൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഓർ ഒവേറിയൻ ഹോർമോൺസ്. Then that is located, ovaries എവിടെയാണ് ഇരിക്കുന്നത്? That is located one on each side of the lower abdomen portion. അത് ലോവർ അബ്ഡോമിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഈ ഓവറീസ് കാണുന്നത്. ദെൻ 2 to 4 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. ഒരു ഓവറി എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് നിങ്ങൾ കാണുന്ന ഓവറീസ്. ഈ ഓവറി എടുത്തു കഴിഞ്ഞാൽ 2 to 4 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ ഇത് നിങ്ങൾ ഓവറിയുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് ഓവറിയുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ദ ഓവറി ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് വിത്തിൻ ദ ഓവറി ദർ ഇസ് എ സ്പേസ് കോൾഡ് സ്ട്രോമ. And the stroma region is divided into two parts,
പെരിഫറൽ കോർട്ടെക്സ് റീജിയൻ കണ്ടോ, ഇതൊരു കോർട്ടെക്സ്, ഈ പെരിഫറൽ സൈഡ് ദാറ്റ് ഈസ് കോർട്ടെക്സ് ആൻഡ് ദ ഇന്നർ പാർട്ട് ഈസ് മെഡുല. ഇതാണ് ഇന്നർ പാർട്ട് മെഡുല ആൻഡ് ദിസ് ഈസ് ദ കോർട്ടെക്സ് റീജിയൻ. ഇതാണ് നമ്മുടെ കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓവറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പാർട്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല റീജിയൻ. അതിനെ ടോട്ടലി നമുക്ക് എന്തെന്ന് പറയാം, സ്ട്രോമ റീജിയൻ. ദാറ്റ് എൻക്ലോസസ് എ സ്പേസ് കോൾഡ് സ്ട്രോമ ആൻഡ് ദ സ്ട്രോമ ഈസ് ഡിവൈഡ് ഇൻ ടു 2 പാർട്സ്, പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല റീജിയൻ. ദെൻ നിങ്ങൾ നോക്കൂ, ദ ഓവറീസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ pelvic wall and uterus by ligament. ഈ കാണുന്ന പോർഷനാണ് നമ്മൾ ligaments എന്ന് പറയുന്നത്. ligaments. അപ്പോൾ the ovaries are attached to the pelvic wall and uterus by ligaments. ഓവറീസിന്റെ ക്യാരക്ടേഴ്സ് കഴിഞ്ഞു. എന്തെല്ലാമായിരുന്നു ഓവറീസിന്റെ ക്യാരക്ടേഴ്സ്? ഓവറീസ് ആർ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ, that are the paired structures, and ovaries produce ovum and several ovarian hormones or steroid hormones, and ovaries are located one on each side of the lower abdomen portion, and the length is 2 to 4 centimeter, and the ovary is covered by a thin epithelial cells which encloses a space called stroma, and the stroma is divided into 2 portions, peripheral cortex and inner medulla region. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓവറീസിന്റെ ക്യാരക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം, ഓവിഡക്ട്. ഓവിഡക്ട് ഓർ ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിന് വേറൊരു പേരും കൂടിയുണ്ട്, ഓവിഡക്ട്. നമ്മൾ ഈ കാണുന്നത് ഇത് കണ്ടോ, ഇതാണ് ഓവറി. ഓവറിയിൽ നിന്ന് നേരെ പോകുന്ന ഒരു ട്യൂബാണ്. ഈ ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഫലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്ട് പോർഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ വലുതായിട്ട് കാണുന്നത് ഈ ഫലോപ്പിയൻ ട്യൂബാണ്. ദ ഫലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്ട് ഈസ് നിയർ ടു ദ ഓവറി, അല്ലേ, ആൻഡ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ യൂട്രസ് റീജിയൻ, അല്ലേ. യൂട്രസിലേക്കല്ലേ ഈ ഫലോപ്പിയൻ ട്യൂബ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രം ഫലോപ്പിയൻ ട്യൂബ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഓവറി ടു ദ യൂട്രസ്. അതായത് ആദ്യം ഫലോപ്പിയൻ ട്യൂബ് ഇരിക്കുന്നത് ഈ ഓവറിയുടെ അടുത്താണ്. അത് കഴിഞ്ഞിട്ട് അത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? യൂട്രസ് റീജിയണിലേക്കാണ്, അല്ലേ. അപ്പോൾ ദ ഫലോപ്പിയൻ ട്യൂബ് ഈസ് ഡിവൈഡ് ഇൻ ടു 4 പാർട്സ്. ഫസ്റ്റ് വൺ ഈസ് ഫിംബ്രിയെ. ഈ സ്ട്രക്ചർ ഫിംബ്രിയെ, infundibulum, ampulla, isthmus region. This is the fimbriae region, then infundibulum region, then ampulla region, then isthmus region. ഓക്കെ, അപ്പോൾ 4 പാർട്സ് ഉണ്ട് ഫലോപ്പിയൻ ട്യൂബിന്. ഏതൊക്കെയാണോ? infundibulum, ampulla, isthmus and fimbriae region. Fimbriae region എങ്ങനെയാണ് കാണുന്നത്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെയാണ് കാണുന്നത്. അപ്പോൾ ദ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ ഫിംബ്രിയെ. ഫിംബ്രിയെ ഈസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. finger-like projections. That is a part of infundibulum. Infundibulത്തിന്റെ ഒരു പാർട്ടാണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. Infundibulum is a funnel shaped part ആണ്. That is a funnel shaped part. Funnel shaped part, and that funnel shaped part has a
finger like projection called fimbriae. എന്തായിരിക്കും ഫിംബ്രിയയുടെ ഫംഗ്ഷൻ? ദാറ്റ് കളക്ട് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. കണ്ടോ, ഫിംബ്രിയെ കാണുന്നത് ഈ ഓവറിയുടെ ഏറ്റവും അടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓവറിയിൽ നിന്ന് ഓവം മെച്ചുറായി പുറത്തേക്ക് വരുമ്പോൾ ആ ഓവത്തിനെ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഈ ഫിംബ്രിയാണ് ചെയ്യുന്നത്. ഓവുലേഷൻ എന്നാണ് നമ്മൾ ആ പ്രോസസ്സിനെ പറയുന്നത്, അല്ലേ? അതായത് ഓവറിയിൽ നിന്ന് ഓവം മെച്ചുറായി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ ആ ഓവത്തിനെ കളക്ട് ചെയ്യുന്നത് ഇൻഫണ്ടിബുലത്തിന്റെ ഫിംബ്രിയെ എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. Then next part is ampulla. Ampulla is a wider portion ആണ്. ഇറ്റ് ഇസ് എ കുറച്ചും കൂടി ഇൻഫണ്ടിബിളത്തെക്കാളും കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള പോർഷൻ ആണ് ആംപ്യൂള എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ഓവിഡക്ട് ഈസ് ഇസ്തമസ് റീജിയൻ. ഇസ്തമസ് റീജിയൻ ഹാസ് എ നാരോ ലൂമൺ. വളരെ ചെറിയൊരു നാരോ ലൂമൺ, അതായത് ചെറിയൊരു ക്യാവിറ്റിയാണ് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇറ്റ് ഹാസ് നാരോ ലൂമൺ. നാരോ ലൂമൺ. അപ്പോൾ എന്തൊക്കെ സ്ട്രക്ചറാണ് ഫെലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്ട് എന്ന് പറയുന്നത്? ഫിംബ്രിയ ഉണ്ട്, infundibulum, ampulla, isthmus region. And the infundibulum is a funnel shaped region. It has small finger like projections called fimbriae. The fimbriae collect the ovum after ovulation. And the ampulla region is a wider region, and the isthmus region is a narrow lumen region. Then it is connected to യൂട്രസ്. അത് നേരെ യൂട്രസിലേക്ക് ചെന്ന് കണക്ട് ചെയ്യുന്നു. ഇനി ഒരു ഓവിഡക്റ്റിന്റെ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 12 സെന്റിമീറ്റർ ആണ് ഓവിഡക്റ്റിന്റെ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിന്റെ ലെങ്ത് വരുന്നത്. 10 to 12 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ഓവം മൂവ് ചെയ്യുന്ന ആ ഒരു പാത്താണിത്. ആദ്യം ഫിംബ്രി ഓവത്തിനെ കളക്ട് ചെയ്യുന്നു, ദെൻ അത് ഇൻഫണ്ടിബിളത്തിലേക്ക് കയറുന്നു, അത് പിന്നെ ആംപ്യൂളയിലേക്ക് കയറുന്നു, പിന്നെ അത് ഇസ്തമസിലേക്ക് കയറുന്നു, പിന്നെയാണത് യൂട്രസിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആംപ്യൂള ഇസ്തമസ് റീജിയണിൽ വെച്ചിട്ടാണ് ആ ഓവത്തിന് ഫെർട്ടിലൈസേഷൻ, സ്പേം ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സൈഗോട്ടാണ് പിന്നെ എവിടെ എത്തുന്നത്? യൂട്രസിൽ എത്തുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. നെക്സ്റ്റ് ഈസ് യൂട്രസ്. യൂട്രസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യൂട്രസ് ഈസ് എ വോം ലൈക്ക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വോം, ആൻഡ് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് പിയർ ലൈക്ക് ഷേപ്പ്, അല്ലേ? ഒരു ഇൻവേർട്ടഡ് പിയർ ലൈക്ക് ഷേപ്പ് ആണ് യൂട്രസിന് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ദെൻ സെർവിക്കൽ കനാൽ. യൂട്രസ് ഈസ് ഓപ്പൺസ് ഇൻ ടു ദ വജൈന പോർഷൻ ത്രൂ ദ സെർവിക്സ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതാണ് യൂട്രസ് പോർഷൻ. Uterus is opens into the vagina portion through the cervix. കണ്ടോ, സെർവിക്സിൽ നിന്ന് വജൈന പോർഷനിലേക്കാണ് യൂട്രസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഓപ്പണിംഗ് ഓഫ് സെർവിക്സ് ഈസ് സെർവിക്കൽ കനാൽ. സെർവിക്സിലെ ഓപ്പണിങ്ങിനെ നമുക്ക് പറയാം സെർവിക്കൽ കനാൽ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഈസ് ബർത്ത് കനാൽ ഉണ്ട്. എന്തായിരിക്കും ബർത്ത് കനാൽ? The cervical canal along with the vagina is called birth canal. Cervical canal along with the vagina. Along with the vagina is called ബർത്ത് കനാൽ. അതായത് ബർത്ത് കനാൽ എന്ന് അതിനെ പറയാൻ കാര്യം സൈഗോട്ട് മൂവ് ചെയ്ത് അല്ലെങ്കിൽ ആ എംബ്രിയോ മൂവ് ചെയ്ത് ഓസ്പ്രിങ്സ് മൂവ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ഈ വജൈന പോർഷൻ വഴിയാണ്. അതുകൊണ്ട് അതിനെ ബർത്ത് കനാൽ എന്നാണ് പറയുന്നത്. ബർത്ത് കനാൽ എന്ന് പറയുമ്പോൾ വജൈന മാത്രമല്ല, അവിടെ സെർവിക്കൽ കനാൽ കൂടി വരും. സെർവിക്കൽ കനാൽ എന്തായിരുന്നു? ഓപ്പണിംഗ് ഓഫ് സെർവിക്സ് ആണ് സെർവിക്കൽ കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രസിന്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്രസ് ഈസ് അതർവൈസ് കോൾഡ് വോം, ദെൻ ഇൻവേർട്ടഡ് പിയർ ലൈക്ക് ഷേപ്പ്, ആൻഡ് the uterus is opens into the vagina through the cervix region. The opening of cervix is cervical canal, and the cervical canal along with the vagina is called birth canal. അല്ലേ? ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂട്രസിന്റെ ഒരു പോർഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂട്രസിന്റെ ലെയേഴ്സിനെ പറ്റിയാണ്. യൂട്രസ് ഹാസ് 3 layers. The first layer is perimetrium, second layer is myometrium, and the third layer is endometrium. നോക്കൂ നിങ്ങളിവിടെ ഫസ്റ്റ് ലെയർ, യൂട്രസിന്റെ ഫസ്റ്റ് ലെയർ ആണ് പെരിമെട്രിയം. പെരിമെട്രിയം എന്ന് പറയുന്നത്
ദ എക്സ്റ്റേണൽ മെംബ്രേനിയസ് ലെയർ ആണ് അല്ലെ. പുറമേ കാണുന്ന യൂട്രസിന്റെ പുറമേ കാണുന്ന എക്സ്റ്റേണൽ മെംബ്രേനിയസ് ലെയർ ആണ് പെരിമെട്രിയം. മെംബ്രേനിയസ്. And the second layer is myometrium. Myometrium എന്ന് പറയുന്നത് that contains thick layer of smooth muscles. Thick layer of smooth muscles. And the third layer is endometrium. Endometrium consists glandular layer of cells. Glandular layer of cells. ഈ endometriumത്തിലാണ് that exhibit cyclical changes during menstrual cycle. അതായത് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ സൈക്ലിക്കൽ ചേഞ്ചസ് ഒരുപാട് നടക്കുന്നത് ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിലാണ്. ദെൻ മിയോമെട്രിയത്തിലാണെങ്കിലോ ദാറ്റ് എക്സിബിറ്റ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി ഓഫ് ദ ബേബി. അതായത് ബേബിയുടെ ഡെലിവറി നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് കോൺട്രാക്ഷൻസ് നടക്കുന്നൊരു സ്ഥലമാണ് മയോമെട്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ യൂട്രസിന്റെ 3 ലെയേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ലെയർ ഈസ് പെരിമെട്രിയം, ആൻഡ് ദ സെക്കൻഡ് ലെയർ ഈസ് മയോമെട്രിയം, ആൻഡ് ദ തേർഡ് ലെയർ ഈസ് എൻഡോമെട്രിയം. ദ പെരിമെട്രിയം ഈസ് ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ്, മെംബ്രേനിയസ് കവറിംഗ് ആണ്. ആൻഡ് ദ സെക്കൻഡ് ലെയർ ഈസ് തിക്ക് സ്മൂത്ത് മസിൽസ് ആണ്. ദെൻ ദ ലാസ്റ്റ് ലെയർ എൻഡോമെട്രിയം ഈസ് ഗ്ലാൻഡുലാർ ലെയർ ഓഫ് സെൽസ് ആണ്. അപ്പോൾ ഏറ്റവും അകത്തുള്ള എൻഡോമെട്രിയത്തിലാണ് സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. സെക്കൻഡ് ലെയർ ആയിട്ടുള്ള മയോമെട്രിയത്തിലാണ് ദാറ്റ് എക്സിബിറ്റ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി ഓഫ് ദ ബേബി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷൻ. അപ്പം നമ്മുടെ ഓവറീസ് കഴിഞ്ഞു, ഒവിഡക്റ്റ് കഴിഞ്ഞു, യൂട്രസിനെ പറ്റി പറഞ്ഞു. ദെൻ ലാസ്റ്റ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷനാണ്. അതായത് പുറമേ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗങ്ങളാണ്. നമുക്ക് നോക്കാം. ദ മോൺസ് പ്യൂബിസ്. ഫസ്റ്റ് പാർട്ട് ഈസ് മോൺസ് പ്യൂബിസ്, ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ലേബിയ മെജോറ, ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് ലേബിയ മൈനോറ, ആൻഡ് ദ ഫോർത്ത് ഹൈമൻ, then last one is clitoris. ഇത്രയും പാർട്സ് ആണ് നമ്മൾ എക്സ്റ്റേണലി ഫീമെയിൽസിന് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാർട്സ്. ഇത്രയും പാർട്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ ആണ് മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. ഫാറ്റി ടിഷ്യൂ വിത്ത് ഹെയർസ്, പ്യൂബിക് ഹെയർസ് കാണുന്ന റീജിയൻ. ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് ദാറ്റ് ഈസ് കൺസിസ്റ്റ് ഹെയർസ്. ഹെയർസ് വരുന്ന ഒരു റീജിയൻ ആണ് മോൺസ് പ്യൂബിസ് റീജിയൻ എന്ന് പറയുന്നത്. ദെൻ ലേബിയ മെജോറ. ലേബിയ മെജോറ ജസ്റ്റ് ബിലോ ദ മോൺസ് പ്യൂബിസ് റീജിയൻ ദാറ്റ് കൺസിസ്റ്റ് ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ സറൗണ്ടിങ് ദ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് ദാറ്റ് ഈസ് ലേബിയ മെജോറ. അവിടെ ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ ആണ് ദാറ്റ് ഈസ് സറൗണ്ട് ദ വജൈനൽ ഓപ്പണിംഗ് ജസ്റ്റ് ബിലോ ദ മോൺസ് പ്യൂബിസ് റീജിയൻ. ഈ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന റീജിയന്റെ തൊട്ട് താഴെയായി കാണുന്ന വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് ലേബിയ മെജോറ. ആൻഡ് ലേബിയ മൈനോറ. ലേബിയ മൈനോറ ഈസ് ഓൾസോ എ പെയർഡ് ഫോൾസ് ഓഫ് ടിഷ്യൂ തന്നെ. അതായത് 2 എണ്ണം കാണാം ജസ്റ്റ് ബിലോ ദ ലേബിയ മെജോറ. അതായത് ലേബിയ മെജോറ കഴിഞ്ഞിട്ട് കാണുന്ന ഒരു പോർഷനാണ് ലേബിയ മൈനോറ എന്ന് പറയുന്നത്. വജൈനൽ ഓപ്പണിങ്ങിന്റെ അവിടെ തന്നെ കാണുന്നതാണ് ലേബിയ മൈനോറ. ദെൻ ലാസ്റ്റ് ഹൈമൻ റീജിയൻ. ഹൈമൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കവറിങ്. എവിടെയുള്ള കവറിംഗ് ആണ്? വജൈന പോർഷനിലുള്ള ഒരു കവറിംഗ് ആണ് ഹൈമൻ എന്ന് പറയുന്നത്. അതായത് വജൈന പോർഷൻ ഈസ് പാർഷ്യലി കവേർഡ് ബൈ എ മെംബ്രെയിൻ കോൾഡ് ഹൈമൻ. Okay, then last one is clitoris. Clitoris is a tiny finger-like projection that's seen just above the urethral opening. Urethral opening inde just above portion il കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ക്ലിറ്റോറിസ് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ്. മോൺസ് പ്യൂബിസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ വരുന്ന പാർട്സ് ആണ് മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്. ലേബിയ മോൺസ് പ്യൂബിസ് എന്താണ്? ഫാറ്റി ടിഷ്യൂ വിത്ത് ഹെയർസ്. ആൻഡ് ജസ്റ്റ് ബിലോ ദ മോൺസ് പ്യൂബിസ് ലേബിയ മെജോറ. ലേബിയ മെജോറയുടെ താഴെ എന്താണ്? ലേബിയ മൈനോറ. ഇത് രണ്ടും പെയർഡ് ഫോൾസ് ഓഫ് ടിഷ്യൂസ് ആണ് കവറിംഗ് ദ വജൈനൽ ഓപ്പണിംഗ്. ദെൻ ഹൈമൻ. ഹൈമൻ എന്ന് പറയുന്നത്
that is cover the vaginal opening, partially cover the vaginal opening. Then clitoris is a finger-like projection that is seen just above the urethral opening. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് മാമറി ഗ്ലാൻസ്. അപ്പോൾ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും എന്തൊക്കെ ഓർഗൻസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു. അതിൻ്റെ ഒപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. ചൈൽഡിൻ്റെ ബേർത്തിനും അതുപോലെ തന്നെ ചൈൽഡ് കെയറിനൊക്കെ ഒരുപാട് ആവശ്യമായിട്ടുള്ളൊരു ഗ്ലാൻഡാണ് മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാമറി ഗ്ലാൻസിൽ നമുക്ക് നോക്കാം എന്തൊക്കെ ഓർഗൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പാർട്സ് ആണ് മാമറി ഗ്ലാൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. The mammary glands are made up of glandular tissues or some fatty tissues. അപ്പോൾ കുറച്ച് ഫാറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ കൊണ്ടാണ് മാമറി ഗ്ലാൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. The mammary glands are made up of glandular tissue. Glandular tissue. Then is glandular tissue is divided into 15 to 20 mammary lobes. 15 to 20 mammary lobes. അപ്പോൾ ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂവിനെ നമുക്ക് 15 to 20 മാമറി ലോബ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടോ, ഇതാണ് മാമറി ലോബ്സ്. ദെൻ ഈ മാമറി ലോബ്സിൽ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് ആൽവിയോളൈ. ഇപ്പോൾ മാമറി ലോബ്സിൽ എന്തുണ്ട്? ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്. അതിന് നമ്മൾ ആൽവിയോളൈ സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത്. ആൽവിയോളൈ. ദീസ് ആൽവിയോളൈ സെക്രീറ്റ് മിൽക്ക്. ഈ ആൽവിയോളൈ സെൽസ് ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ആർ സ്റ്റോർഡ് ഇൻ ദ ആൽവിയോളാർ ക്യാവിറ്റി. ആൽവിയോളാർ ക്യാവിറ്റി. ആൽവിയോളാർ ക്യാവിറ്റിയിൽ അത് വന്ന് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ആൽവിയോളാർ ക്യാവിറ്റി ദാറ്റ് ആർ ഓപ്പൺസ് ഇൻ ടു ദ മാമറി ട്യൂബ്യൂൾസ്. Mammary tubules. These mammary tubules are opened into the mammary duct. Mammary duct. And these mammary duct are opens into mammary ampulla, wider mammary ampulla region. And the mammary ampulla finally opens into the lactiferous duct. Lactiferous duct. The milk is ejected out through this duct. Okay, അപ്പോൾ the mammary glands എന്ന് പറയുന്നത് that is made up of glandular tissues. The glandular tissue is that is divided into 15 to 20 mammary lobes. ആദ്യം mammary lobes നിങ്ങൾക്ക് ഇവിടെ കാണാം. mammary lobes ഇവിടെ കാണുന്നുണ്ടാവും. ഈ കാണുന്നതാണ് mammary lobes. The mammary lobes contain cluster of cells called alveoli. Alveoli secrete milk. Alveoli ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. That are stored in the alveolar cavity. Then ഈ cavity എല്ലാം കൂടി വന്ന് തുറക്കുന്ന സ്ഥലമാണ് mammary tubules എന്ന് പറയുന്നത്. ഈ tubules are connected to join the mammary duct. ട്യൂബ്യൂൾസ് എല്ലാം ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ് മാമറി ഡക്ട് എന്ന് പറയുന്നത്. ഈ ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മാമറി ട്യൂബ്യൂൾസ് എല്ലാം കൂടി കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മാമറി ഡക്ട്. ഈ ഡക്ട് എല്ലാം കൂടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആംപ്യൂള. ആംപ്യൂള ഈസ് എ വൈഡർ പോർഷൻ ആണ്. ഒരു വൈഡർ ആയിട്ടുള്ള ഇങ്ങനെ കാണുന്ന ഒരു വൈഡർ പോർഷൻ ആണ് ആംപ്യൂള എന്ന് പറയുന്നത്. ഈ ആംപ്യൂള ലാസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ലാക്ടിഫെറസ് ഡക്ട്. ഈ ലാക്ടിഫെറസ് ഡക്ട് വഴിയാണ് മിൽക്ക് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയാണ് നമ്മുടെ മാമറി ഗ്ലാൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് ഒന്നും കൂടി നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് ഓവറീസ് ഉണ്ട്, ഓവിഡക്റ്റ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വജൈന ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷൻ. ദീസ് ഓൾ റീജിയൻസ് ആർ located in pelvic region. And the ovaries, and these all parts along with the mammary glands, and that are help in ovulation, fertilization, pregnancy and birth and child care.
Then ovaries is a paired structure that are connected to pelvic wall or uterus by ligaments, and the ovaries produce ovum and steroid hormones, and ovaries are located one on each side of the lower abdomen portion and 2 to 4 centimeter in length, and the ovary is covered by a thin epithelium and which encloses a space called stroma, and it is divided into 2 regions, peripheral cortex and inner medulla region. And the paired structure is fallopian tube or oviduct that has 10 to 12 centimeter in length, and that has 4 regions, fimbriae, infundibulum, ampulla and isthmus. Infundibulum is a funnel shaped part that has finger like projection called fimbriae. This fimbriae that collect ovum after ovulation. Then ampulla is a wider portion and the isthmus is a narrower portion, and it is connected to the uterus. Okay, next is uterus. Uterus is otherwise known as womb, and uterus is a inverted pear like shape, and uterus has cervix and vagina portion. Cervical canal എന്താണ്? Opening of cervix is cervical canal. And the birth canal കൂടി ഉണ്ട്. Birth canal എന്തായിരിക്കും? Birth canal is cervical canal along with the vagina is called birth canal. Birth canal എന്ന് പറയാൻ കാരണം എന്താണ്? കുട്ടി പുറത്തേക്ക് വരുന്നത് ആ birth canal വഴിയാണ്. Then next is uterus in the layers. 3 layers കൊണ്ടാണ് യൂട്രസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ദ ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ എക്സ്റ്റേണലി കാണുന്ന ലെയർ ആണ് മെംബ്രേനിയസ് ലെയർ ആണ് പെരിമെട്രിയം. മയോമെട്രിയം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് തിക്ക് സ്മൂത്ത് മസിൽസ് ലെയർ ആണ്. ദെൻ ഗ്ലാൻഡുലാർ ലെയർ ഓഫ് സെൽസ് ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. എൻഡോമെട്രിയത്തിലായിരിക്കും എന്ത് നടക്കുന്നത്? മെൻസ്ട്രൽ സൈക്കിളൊക്കെ നടക്കുമ്പോൾ സൈക്ലിക്കൽ ചേഞ്ചസ് എൻഡോമെട്രിയൊക്കെ ഷെഡ് ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് പോരുന്നത് ഈ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോഴാണ്. മയോമെട്രിയത്തിലായിരിക്കും എന്ത് നടക്കുന്നത്? ഡെലിവറി നടക്കുമ്പോൾ സ്ട്രോങ് കോൺട്രാക്ഷൻ ഒക്കെ നടക്കുന്നത് ഈ മയോമെട്രിയ എന്ന് പറയുന്ന ലെയറിലാണ്. ദെൻ നെക്സ്റ്റ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അതായത് പുറമേ കാണുന്ന ഭാഗങ്ങൾ. ദാറ്റ് ഈസ് മോൺസ് ബിബീസ്, ഫാറ്റി ടിഷ്യൂ വിത്ത് ഹെയർസ് ആണ്. ലേബിയ മെജോറ, വജൈനൽ ഓപ്പണിംഗിന്റെ അവിടെ കാണുന്നതാണ് ലേബിയ മെജോറ, ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂസ്. ലേബിയ മൈനോറ, ജസ്റ്റ് ബിലോ ദ ലേബിയ മെജോറയാണ് ലേബിയ മൈനോറ, അതും പെയർഡ് ഫോൾസ് ഓഫ് ടിഷ്യൂസ് തന്നെയാണ്. ദെൻ ഹൈമൻ വജൈനയുടെ ഒരു കവറിംഗ് ആണ് ഹൈമൻ എന്ന് പറയുന്നത്. ക്ലിറ്റോറിസ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ജസ്റ്റ് എബോവ് ദ യൂറീത്രൽ ഓപ്പണിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മാമറി ഗ്ലാൻസ്. മാമറി ഗ്ലാൻസ് നമുക്കറിയാം, മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത് കുറച്ച് ഫാറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂസും ഉണ്ടാവും. ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ഡിവൈഡ് ഇൻറ്റു 15 to 20 mammary lobes, and the mammary lobes are contains alveoli cells. Alveoli cells secrete milk that are stored in the alveolar cavity. ഈ cavities എല്ലാം കൂടി ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ് mammary tubules. Tubules എല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് mammary duct. And duct എല്ലാം കൂടി എങ്ങോട്ട് ഓപ്പൺ ചെയ്യും? mammary ampulla. It is a wider portion, and the mammary ampulla last opens into the lactiferous duct. The milk is ejected through this duct. ഓക്കെ, അപ്പൊ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.